ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വാട്ട ഈറ്റിൻ്റെ ഇടയാണ്. കഴിഞ്ഞ ദിവസത്തെ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ പെരുന്നാളുണ്ടല്ലോ, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസത്തെ വാട്ട ഈറ്റിൻ്റെ ഇടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിക്കാൻ എടുത്തിരിക്കുന്നത് പത്തിരിയാണ്. അപ്പോൾ അത് നൈസ് പത്തിരി നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരുന്നത് തിക്കിടിയും ബീഫ് കറിയുമായിരുന്നു. അപ്പോൾ ഇന്ന് പത്തിരിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ പത്തിരിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറി. ഇതൊരു സ്പെഷ്യൽ രീതിയിൽ വെച്ച ചിക്കൻ കറിയാണ്. ചിക്കൻ ആദ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മസാലയൊക്കെ ചേർത്തിട്ട് വെച്ച ഒരു കറിയാണ്. വളരെ ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ 2-3 ദിവസത്തേന് ഇനി പെരുന്നാൾ ടൈപ്പ് ഫുഡുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ 2-3 ദിവസത്തേന് ഇനി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും സ്പെഷ്യൽ ഡിന്നറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല ചൂട് ചായ ഏലക്കയൊക്കെ ഇട്ടിട്ട് നല്ല പതപ്പിച്ച് നല്ല ചൂട് ചായയും അതുപോലെ തന്നെ നല്ല ചൂട് പത്തിരിയും നല്ല ചൂട് പൊരിച്ച ചിക്കൻ കറിയും ഒക്കെ ചേർത്തിട്ട് രാവിലത്തെ നല്ല അടിപൊളി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ പൊരിച്ച ചിക്കൻ പൊരിച്ചിട്ട് കറി വെച്ചതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ആ ഒരു മസാലയും ആ ഒരു ഗ്രേവിയും എല്ലാം ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഡോണറ്റ് എടുത്തു. നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കുറച്ച് ഡോണറ്റ്സ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആ വൈറൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ, മറ്റേ കുനാഫ, പിസ്ത കുനാഫ. അപ്പോൾ അതാണ് അതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റായിട്ട് നമ്മുടെ കുനാഫ ഡോണട്ടൊക്കെ കഴിച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, നമ്മുടെ മധുരം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ നെക്സ്റ്റ് ഡേയിലുള്ള ദിവസമാണല്ലോ, പിറ്റേ ദിവസമുള്ള വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുന്നാളിന് നമ്മൾ സ്പെഷ്യലായിട്ട് റെഡിയാക്കിയ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം കഴിച്ചതിലും ഇരട്ടി ടേസ്റ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കി ഒന്ന് ആവി കയറ്റിയൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. മസാലയൊക്കെ വളരെ ലിമിറ്റായിട്ട് വളരെ ചെറിയ അളവിലാണ് നമ്മൾ ചേർത്തത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ചൂടാക്കിയപ്പോഴത്തേനാണെങ്കിലും ഓവർ മസാലയൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി ആണെങ്കിലും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ബിരിയാണി വെച്ചതും ദം ഇട്ടതും ഒക്കെ. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബിരിയാണിയും അതുപോലെ തന്നെ ഒരു 2 പീസ് ചിക്കനും ഒക്കെ വെച്ചു. അതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ലെമണും അതുപോലെ തന്നെ ശർക്കരയും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പിക്കിള്. പിന്നെ എനിക്കിഷ്ടമുള്ള വിനേഗറിലിട്ടിട്ടുള്ള കുറച്ച് സവോള അരിഞ്ഞത്, പിന്നെ കേർഡിലിട്ടിട്ടുള്ള കുറച്ച് സവോള അരിഞ്ഞത്, പിന്നെ ഒരു പപ്പടം. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ റെഡിയാക്കിയ ഡേറ്റ്സ് ലെമൺ പിക്കിൾ എന്ന് പറയുന്ന ആ ഒരു പിക്കിളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി കഴിക്കുന്നതിനോട് കുറച്ചും കൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനുള്ള ബിരിയാണി, നല്ല ചൂട് ബിരിയാണിയാണ്. അപ്പോൾ ആവി കയറ്റിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നമ്മൾ സവോളയും നമ്മുടെ കേർഡും എല്ലാം എടുത്ത് പിക്കിളൊക്കെ ചേർത്ത് പപ്പടമൊക്കെ ചേർത്തിട്ട് നമ്മൾ വളരെ ആസ്വദിച്ച് നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി. നമ്മുടെ ജീരകശാല റൈസിൽ, സ്മോൾ ഗ്രെയിൻ റൈസിൽ റെഡിയാക്കി എടുത്ത ബിരിയാണിയാണ്. ബിരിയാണിയുടെ മസാല എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ വാട്ട ഈറ്റിൻ്റെ ഡേ കണ്ടവർക്കറിയാം, നമ്മൾ ചില്ലി പൗഡറൊന്നും അധികം കാണിക്കാതെ കൂടുതൽ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് സ്പെഷ്യലായിട്ട് അടിപൊളിയായിട്ട് വെച്ച ഒരു ചിക്കൻ ബിരിയാണി. പിന്നെ അതിനുശേഷം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കഴിക്കാൻ തോന്നി. ഇത് വലിയ മധുരമൊന്നുമില്ല, ഒരു പിസ്ത ബട്ടർ ഓറിയൻറ്റഡ് കുക്കീസാണ്. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് 6-7 ടൈപ്പ് ഉണ്ട്. അപ്പം പലതും പല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു 1-2 എണ്ണം എടുത്ത് നമ്മൾ കഴിച്ചു. അതിനുശേഷം പിന്നെ ഈവനിങ് ടീ ടൈമായി. ഈവനിങ് ടീ ടൈം എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് ടേബിളിൽ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കസിൻസൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ
എനിക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ചായക്ക് ഇഷ്ടമെന്ന് പറയുന്നത് ആ റസ്ക്കാണ്. നല്ല ചൂട് ചായയും റസ്കിൽ മുക്കി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഈ ഡോണറ്റ്സും അതുപോലെ തന്നെ ആ ക്രീം ബണ്ണ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവർക്ക് കസിൻസിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിന്ന് സ്നാക്കായിട്ട് നമ്മുടെ കൊള്ളി കപ്പ വറുത്തത്, അതുപോലെ തന്നെ കുക്കീസുണ്ട്, പിന്നെ റസ്ക് ഉണ്ട്, പിന്നെ 2-3 കൂട്ടം പല ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഡോണറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ദിൽകുഷ്, ക്രീം ബണ്ണ്, അങ്ങനെ. പിന്നെ ഒരു കപ്പ് അവർക്ക് എല്ലാവരും നമ്മൾ സൈഡിലിരുന്ന് ചായ കുടിക്കുകയാണ്. ഞാൻ എൻ്റെ ചായ മാത്രം ജസ്റ്റ് എൻ്റെ വോട്ട ഈറ്റിൻ്റെ ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ ചായ ജസ്റ്റ് എടുത്തത് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മുടെ ഡിന്നർ ടൈമായി. ഡിന്നർ ടൈമിൽ ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ നമ്മുടെ കൂടെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അപ്പം. അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് വേണ്ടി കഴിക്കുന്നത് വെള്ളയപ്പമാണ്. വെള്ളയപ്പവും നമ്മുടെ ഫ്രൈ ചെയ്ത് നമ്മൾ കറി വെച്ച ആ ഒരു ചിക്കൻ കറിയുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. പത്തിരിക്ക് രാവിലെ കഴിച്ചപ്പോൾ അടിപൊളി കോമ്പിനേഷനായിരുന്നു. ഇപ്പോൾ രാത്രി നമുക്ക് അപ്പമാണ്. അപ്പത്തിനും ഈ ഒരു പൊരിച്ച ചിക്കൻ കറി എന്ന് പറയുന്നത് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഹോംലി ടേസ്റ്റി ഡിഷസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂടുതലും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഹോംലി മീൽസ്, ഹോംലി ടേസ്റ്റി ഡിഷസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.